ലാപ്ടോപ്പ്, നെറ്റ്ബുക്ക്, ഹൈ എൻഡ് മൊബൈൽ ഫോണുകൾ തുടങ്ങി മിക്ക ഗാഡ്ജറ്റുകളും പ്രൊഫഷണൽ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങളാണ്. വിലപ്പെട്ട സമയം ലാഭിക്കാനുള്ള എളുപ്പ വഴികളും. ഇനി തൊഴിൽ സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള വിനോദവേളകൾക്കും ചില ഗാഡ്ജറ്റ്സ് പ്രയോജനപ്പെടും. അത്തരത്തിൽ ചിലതാണ് ഇന്ന് 3G പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു 3G. മീൻപിടുത്തം ഒരു ഹോബിയാണോ? ശരാശരി മലയാളി ചിരിച്ചു തള്ളിയേക്കാം. പക്ഷെ ചിരിക്കാൻ വരട്ടെ. എന്തിനേയും ഏതിനേയും പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന മലയാളിയുടെ മാറുന്ന വിനോദശീലങ്ങളിലേക്ക് സ്പോർട്ട് ഫിഷിംഗും കടന്നുവരുന്നു. വികസിത രാജ്യങ്ങളിൽ വളരെ പ്രചാരം നേടിയ ഈ വിനോദം മലയാളക്കരയിലും ചൂണ്ടയിട്ട് തുടങ്ങി. ശേഷിയും ക്ഷമയും ഉള്ളവർക്കുള്ളതാണ് സ്പോർട്ട് ഫിഷിംഗ് അഥവാ ആംഗ്ലിംഗ് എന്നറിയപ്പെടുന്ന ഈ വിനോദം. കൈ നനയാതെ മീൻ പിടിക്കണമെന്ന ആഗ്രഹമുള്ളവർക്കുള്ളതല്ല ഈ ഹോബി. വളരെയധികം എക്സ്പെൻസീവ് ആണ്. അതുപോലെ നല്ല ക്ഷമയും വേണം. അപ്പോൾ സമയവും പണവും ഒരുപോലെ അത്യാവശ്യം. എന്നിട്ടും ഈ ഹോബി വളരെ സീരിയസ് ആയി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിൽ ചിലരെ ഇന്ന് പരിചയപ്പെടാം. ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ വിൻസെന്റ്, BPO കമ്പനി CEO ആയ സാം, ബിസിനസ് സംരംഭകനായ ബിജു പ്രകാശം, ഇവർക്കിടയിൽ പൊതുവായി ഉള്ളതെന്തെന്ന് ചോദിച്ചാൽ പറയാം സ്പോർട്ട് ഫിഷിംഗ് എന്ന. മുനമ്പത്തെയും വൈപ്പിനിലെയും കടൽത്തീരങ്ങളിൽ കൊച്ചുവെളുപ്പാൻ കാലത്ത് ഇവരൊത്തുചേരുന്നത് തമാശക്കല്ല. തിരക്കേറിയ പ്രൊഫഷണൽ ജീവിതത്തെ നേരിടാൻ ഇവരെ പ്രാപ്തരാക്കുന്ന ഒരു ഹോബിയുടെ രസച്ചരട് മുറുക്കാനാണ്. അതിനിവർ ഉപയോഗിക്കുന്നത് പരമ്പരാഗത ചൂണ്ടയല്ല, ആധുനികമായ ഫിഷിംഗ് ടാക്കിൾ ആണെന്ന് മാത്രം. ഫിഷിംഗ് റോഡ്, റീൽ, ഹുക്ക്, ലൈൻ അഥവാ ചൂണ്ടച്ചരട്, ഇര അഥവാ ബെയ്റ്റ്, ഫിഷിംഗ് ടാക്കിൾ അഥവാ ചൂണ്ടയുടെ ക്ലാസിക് കോമ്പിനേഷനാണിത്. ഈ ആംഗ്ലിംഗ് ഒരു ഹോബിയായിട്ട് പെർസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻ, എര അതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനെ കാണാൻ സാധിച്ചാലേ ഇതൊരു ഹോബിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു പക്ഷേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണത് പോലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ബേസിക് ഒരു 8 feet റോഡ്, അതുപോലെ ഒരു റീല്, പിന്നെ അതിനുള്ള ലൈനുകൾ, ഇത്ര സാധനങ്ങളാണ് ബേസിക്കലി വേണ്ടുന്നത്. ഫിഷിംഗ് റോഡ് തന്നെ പല വില നിലവാരത്തിൽ ലഭിക്കും. കേരള വിപണിയിൽ ലഭ്യമായിരിക്കുന്നത് 1000 മുതൽ 20,000 രൂപ വരെ വിലയുള്ള ഫിഷിംഗ് റോഡുകളാണ്. നിങ്ങൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന മീനിനനുസരിച്ചാണ് റോഡ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ടിപ്പിക്കലി റോക്കിൽ, പാറയിൽ പിടിക്കാൻ, കടൽ കറുപ്പ്, അതുപോലെ ചെമ്പല്ലി, അതുപോലുള്ള മീനുകളെ പിടിക്കാനായിട്ട് ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ള റോഡുകളായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ കോമ്പസിറ്റ് കൊണ്ടുള്ള റോഡായിരിക്കും കൂടുതൽ നല്ലത്. ട്രൗട്ട് അല്ലെങ്കിൽ പാലാങ്കണ്ണി, അതുപോലെയുള്ള ടർപ്പൂൺ, അതുപോലെയുള്ള മീനുകളെ പിടിക്കാനായിട്ട് ഗ്രാഫൈറ്റ് കൊണ്ടുള്ള റോഡുകളാണ് ഉപയോഗിക്കുക. സാൽമൺ, അതുപോലെ വാഴമീൻ വലിയ ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറലി ഒരു കോമ്പസിറ്റ് റോഡാണ് ഉപയോഗിക്കുക. അതിന് ദൈവ, ഷേക്സ്പിയർ, പെൻ, ലാമിഗാസ്, പൈനിയർ എന്നിവയാണ് മുൻനിര ബ്രാൻഡുകൾ. ചൂണ്ടനാരിടാനും തിരികെ എടുക്കാനും ഉപയോഗിക്കുന്ന റീലിന് 1500 മുതൽ 13,000 രൂപ വരെ വിലയുണ്ട്. ചൂണ്ടനാരിൽ കൊരുക്കുന്ന മീൻ ചെലുത്തുന്ന മർദ്ദത്തെ അടിസ്ഥാനമാക്കി വിവിധ റീലുകൾ തിരഞ്ഞെടുക്കാം. ദൈവ, പെൻ തുടങ്ങിയ മുൻനിര ബ്രാൻഡുകൾ ഇന്ത്യൻ വിപണിയിൽ ലഭ്യം. മീനുകളെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഇരകളാണ് ല്യൂറുകൾ. 300 മുതൽ 1500 രൂപ വരെ വില നിലവാരത്തിൽ ലഭ്യം. വിവിധ ആകൃതിയിലും നിറത്തിലുമുള്ള ല്യൂറുകൾ തിരഞ്ഞെടുക്കാം. ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന പ്രത്യേക ഇനങ്ങൾ ഹാർഡ്, സോഫ്റ്റ്, സ്പിന്നേഴ്സ് എന്നീ വിഭാഗങ്ങളിൽപ്പെടും. ഇതിനെ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മളൊരു നൂല് കെട്ടി വലിക്കാന്നുണ്ടെങ്കിൽ ഒരു ജീവനുള്ള മീൻ ഓടി വരുന്ന പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ പല ഡെപ്തിൽ ട്രാവൽ ചെയ്യണതും, പല ഡൈവിംഗ് പാറ്റേൺ ഉള്ളതും, സിങ്ക് ചെയ്യണത്, ഫ്ലോട്ട് ചെയ്യണത്, സസ്പെൻഡ് ചെയ്യണത്, അങ്ങനെ പലതരത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഈ ഭാഗത്തിന് ബിബ് അല്ലെങ്കിൽ ലിപ്പ് എന്ന് പറയും. ഇത് ലെങ്ത് കൂടുന്നതനുസരിച്ച് താഴേക്ക് ഡൈവ് ചെയ്യും. ഇതിൻ്റെ ആംഗിൾ ഒരു 45 ഡിഗ്രി ആംഗിളിൽ നിൽക്കുമ്പോഴാണ്. ഇതാണ് ഏറ്റവും നന്നായി ഡൈവ് ചെയ്യണ ഒരു ല്യൂറാണിത്. വളരെ താഴത്തോട്ട് ഡെപ്തിലേക്ക് തന്നെ ഡൈവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് ഫ്ലോട്ടിംഗ് ല്യൂറാണ്. പൊന്തിക്കിടക്കുകയും ചെയ്യും. നമ്മൾ വൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഡെപ്തിലേക്ക് ട്രാവൽ ചെയ്യും. അങ്ങനെ ഇത് അഗെയിൻ വളരെ ഡീപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന ലൂറാണ്. അത് പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. മെപ്സ്, യുസൂറി, ദൈവ തുടങ്ങിയ ബ്രാൻഡുകൾ ലഭ്യം. 5 തരം മീനുകൾക്ക് ചേർന്ന ചൂണ്ടക്കൊളുത്ത് അഥവാ ഹുക്ക് വിപണിയിൽ ലഭ്യമാണ്. മത്സ്യത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് വിവിധ നമ്പറുകളിലുള്ളവ.
25 എണ്ണത്തിന്റെ പാക്കറ്റിന് 50 മുതൽ 600 രൂപ വരെ. ചൂണ്ടനാരാകട്ടെ 3 തരമാണുള്ളത്: നൈലോൺ, ഹൈബ്രിഡ്, ബ്രെയ്ഡഡ് എന്നിവ. ഏതായാലും 3500 രൂപ ചെലവാക്കാൻ കഴിയുമെങ്കിൽ മികച്ച ഒരു ഫിഷിംഗ് ടാക്കിൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ വിനോദത്തെ ഗൗരവത്തോടെ സമീപിക്കണമെന്ന് മാത്രം. മനസ്സിന് വളരെ ശാന്തിയും റിലാക്സേഷനും നൽകുന്ന ഒരു ഹോബിയാണിത്. എത്ര തിരക്കേറിയ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുയോജ്യം. അതുകൊണ്ട് തന്നെ ഈ ഗാഡ്ജറ്റിന് വേണ്ടി നിങ്ങൾ മുടക്കുന്ന പണം ഒരിക്കലും പാഴാകില്ല എന്നുറപ്പ്.